യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 50-ാം വാക്യം 2-ാം ഭാഗം. നീ ഇതിനേക്കാൾ വലിയത് കാണും. യേശു അനേകം അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് അനേകർ ആശ്ചര്യപ്പെട്ടു. മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത വലിയ വീര്യപ്രവൃത്തികൾ യേശു ചെയ്യുമ്പോൾ കാണുന്നവർ ആശ്ചര്യപ്പെടുന്നത് സ്വാഭാവികം. യേശുവിനെ കാണാൻ വന്ന നഥനയേൽ എന്ന മനുഷ്യനും അത്തരം അമ്പരപ്പുണ്ടായി. തന്നെ ആദ്യമായി കണ്ട യേശു തന്നെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് മുമ്പ് തന്നെ അറിയുമോ എന്ന് ആശ്ചര്യത്തോടെ ചോദിച്ചു. നഥനയേൽ യേശുവിനെ കാണാൻ വരുന്നതിന് മുമ്പ് അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ കണ്ടു എന്ന് യേശു പറഞ്ഞത് കേട്ടപ്പോൾ കൂടുതൽ ആശ്ചര്യമുള്ളവനായി. തുടർന്ന് കർത്താവ് പറഞ്ഞതാണ്, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന്. അതെന്തെന്ന് തൊട്ടടുത്ത് അവിടുന്ന് വ്യക്തമാക്കുകയും ചെയ്തു. സ്വർഗം തുറന്ന് യേശുവിന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കാണും എന്നായിരുന്നു അത്. തന്റെ മരണ പുനരുദ്ധാന അനന്തരം യേശു സ്വർഗാരോഹണം ചെയ്ത് മഹിമയുടെ വലഭാഗത്തിരിക്കുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് നഥനയേലിനോട് മുൻകൂട്ടി പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ദിനം പ്രതി ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ അത്ഭുതത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ. എന്നാൽ അവയേക്കാൾ വലുത് സ്വർഗീയനായ യേശുവിനെ കാണുന്നതാണ് എന്ന് യേശു വ്യക്തമാക്കുന്നു. മനുഷ്യർക്ക് ചെയ്യാനാകാത്ത മഹാപ്രവൃത്തികൾ യേശു നമുക്കായി ചെയ്യുമ്പോഴും നാം ഒന്ന് മനസ്സിലാക്കുക, ഇതിനേക്കാളെല്ലാം വലുത് നമ്മുടെ കർത്താവിനെ കാണുന്നതാണ്. ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന നമ്മെ ദൈവമുഖം വിശ്വാസത്താൽ ദർശിച്ച് ആരാധിക്കാൻ തന്ന കൃപ വലുതാണ്. കർത്താവിന്റെ വീണ്ടും വരവിൽ തന്നെ മുഖാമുഖം കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അത്ഭുതം എത്ര വലുതായിരിക്കും. പ്രത്യാശയോടെ ആ ദിനത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ ധാരാളം അനുഗ്രഹിക്കട്ടെ.